ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ജിൻഡോയോട് പെരുമാറിയത് അല്പം കൂടി പോയില്ലേ എന്നൊരു സംശയം. ജിൻഡോ ഒരു പാവമാണെന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാവരോടും കൂടിയാണ് ലാലേട്ടൻ ആദ്യം ചോദിച്ചത് ഓഡീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പം എല്ലാവരും നല്ലായിരുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് ജിൻഡോയോടായിട്ട് മാത്രം ജിൻഡോ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ജിൻഡോ പെട്ടെന്ന് ജിൻഡോയോട് ചോദിച്ച ആ ഒരു പരിഭ്രമത്തിൽ അടുത്തിരുന്ന ഋഷിയോട് അതല്ലേ എന്ന് ചോദിച്ചു. ഋഷി അത് തന്നെ എന്ന് പറയുകയും ചെയ്തു. ഉടനെ ലാലേട്ടൻ ജിൻഡോ എണീപ്പിച്ച് നിർത്തിയിട്ട് കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ, വല്ല സ്ഥലജലഭ്രമം ഉണ്ടോ, അതല്ലാതെ വേറെ വല്ല പ്രോബ്ലം ഉണ്ടോ, ജിൻഡോയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ജിൻഡോയെ അങ്ങോട്ട് പറയാൻ പോലും സമ്മതിക്കുന്നില്ല. എന്താണ് അതല്ലേ എന്ന് ഋഷിയോട് ചോദിക്കുന്നത്? ഓഡീഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല ലാലേട്ടാ, ഇവിടെ ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് ഏതാ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്ന് ജിൻഡോ പറയാൻ വന്നിട്ടും അത് പറഞ്ഞു പൂർത്തിയാക്കാൻ ലാലേട്ട സമ്മതിച്ചില്ല. ഇതൊക്കെ കേട്ട് അടുത്തിരിക്കുന്ന ഋഷിയൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഋഷി എന്താ മോനെ ചിരിച്ചതെന്ന് ചോദിക്കുന്നു. ജിൻഡോ അതല്ലേന്ന് ചോദിച്ചപ്പോൾ ഏതല്ലേന്ന് കരുതിയാണ് ഋഷി അതേന്ന് പറഞ്ഞതെന്ന് ചോദിക്കുന്നു. അയ്യോ ലാലേട്ടാ, എന്നോട് അതല്ലേന്ന് ചോദിച്ചു, ഞാൻ അതേന്ന് പറഞ്ഞു, എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല എന്നൊരു രീതിയിലാണ് ഋഷിയും പറഞ്ഞത്. ഋഷിക്ക് വേണമെങ്കിൽ ഒന്ന് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ വന്ന് നമ്മൾ അഭിനയിച്ച് കാണിച്ചില്ലേ, അത് തന്നെയാണോ എന്നാണ് ജിൻഡോ ചോദിച്ചത് എന്ന് വേണമെങ്കിൽ അങ്ങോട്ട് പറയായിരുന്നു. പക്ഷെ ഋഷിയും അയ്യോ എനിക്ക് മനസ്സിലായില്ല ജിൻഡോ എന്താ ചോദിച്ചെന്നുള്ള രീതിയിൽ ജിൻഡോനെ അവിടെ ഒന്ന് ഇതാക്കി പറഞ്ഞ രീതിയിൽ എനിക്കും തോന്നി. ഇതുപോലെ തന്നെ മുന്നൊരു സീസണിൽ മണിക്കുട്ടനെ ലാലേട്ടൻ ഇങ്ങനെ നിർത്തി ഇങ്ങനെ പറഞ്ഞ് അവസാനം മണിക്കുട്ടൻ ഭയങ്കര സങ്കടം വന്ന് കരഞ്ഞത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ ജിൻഡോയും അവസാനം ലാലേട്ടൻ ജിൻഡോട് പറയുന്നുണ്ട്, ജിൻഡോ ചോദിച്ചതൊന്നും അല്ല ഋഷിക്ക് മനസ്സിലായത്, ഋഷി വെറുതെ അതെ എന്നൊക്കെ പറയുന്നതാണേ, അതുകൊണ്ട് അതല്ലേന്ന് ഋഷിയോട് ചോദിക്കുന്നതിന് മുമ്പ് എന്താണെന്നൊക്കെ വ്യക്തമാക്കിയിട്ട് വേണം ചോദിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഋഷി അതെ എന്നേ പറയുള്ളൂ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്.